തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും തമ്മിൽ കൂട്ടുകെട്ടുണ്ട് എന്ന ആരോപണം ആവർത്തിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ബീഹാറിലെ വോട്ടർ അധികാർ യാത്രയിലാണ് രാഹുൽ ഈ വിമർശനം ആവർത്തിച്ചത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ പ്രവർത്തിക്കുമെന്ന് RJD നേതാവ് തേജസ്വി യാദവ് പറഞ്ഞു. ബീഹാറിലെ നളന്ദ, നവാഡ മണ്ഡലങ്ങളിലാണ് മൂന്നാം ദിനം യാത്ര. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തായവരെ നേതാക്കൾ കണ്ടു. സാധാരണക്കാരെ അഭിവാദ്യം ചെയ്ത് യാത്ര മുന്നോട്ട്. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരുമിച്ച് സാധാരണക്കാരുടെ വോട്ടുകൾ വെട്ടുന്നു. ആദ്യം വോട്ട് പോകും, പിന്നാലെ റേഷനും. അംബാനിയുടേതും അദാനിയുടേതുമല്ല, ഈ രാജ്യം കർഷകരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും കൂടിയാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരെ പോലും ഇപ്പോൾ മരിച്ചവരായി പ്രഖ്യാപിക്കുന്നു. ബീഹാറിൽ നിന്ന് സർക്കാരിനെ പുറത്താക്കണം. പുതിയ ബീഹാർ നമ്മൾ ഭരിക്കുമെന്ന് തേജസ്വി യാദവ്. മൂന്നാം ദിനം പൊതുസമ്മേളനത്തോടെ അവസാനിക്കുന്ന യാത്ര മറ്റന്നാൾ പുനരാരംഭിക്കും. 16 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര 60 മണ്ഡലങ്ങളിലൂടെ കടന്നുപോകും. മൂന്നാം ദിനവും രാഹുൽ ഗാന്ധിയുടെ വോട്ടർ അധികാർ യാത്രയ്ക്ക് ബീഹാറിൽ വൻ വരവേൽപ്പ്. BJPക്കെതിരെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും രൂക്ഷ വിമർശനങ്ങളും ആരോപണങ്ങളും ഉയർത്തിയാണ് യാത്ര. ബീഹാറിൽ നിന്ന് ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24.